ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടൊരു റെസിപ്പിയാണ്. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം അതിനായിട്ട് ഞാനൊരു വലിയ ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇതിൽ കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച സബോളയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സബോളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സബോളയുടെ ഒക്കെ ഒരു കളറ് മാറി വരും. അത് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, എന്നാലാണ് പെട്ടെന്ന് ബീട്രൂട്ട് വെന്ത് കിട്ടുകയുള്ളൂ. പിന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ആയത് കാരണം തന്നെ നന്നായിട്ട് വേവ് വേണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് വേണം അത് കുക്കാക്കി എടുക്കാനായിട്ട്, എന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഞാൻ അതാ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.